എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഞാൻ കുറച്ച് ദിവസം ഭയങ്കര ഡിലേ ആയിരുന്നു. ഞാൻ കുറേ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇൻസ്പെക്ഷൻ ആണെന്ന് പറയും മിനിസ്ട്രിയുടെ. പക്ഷെ അത് പിന്നെയും ഡേറ്റ് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും അത് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് അല്ല, അതിൻ്റെയും കഴിഞ്ഞിട്ടുള്ള വീക്കാണ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് മാനേജ്മെന്റിന്റെ വിസിറ്റ് ഒക്കെ ഉണ്ട് സ്കൂളിൽ. കുറേ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ. കുറേ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എവിഡൻസസ് കളക്ട് ചെയ്യാനുണ്ട്, ലെസൺ പ്ലാൻസ് ഈച്ച് ലെസൺസിന്റെ ഉണ്ട്. പിന്നെ നമ്മുടെ ലെസൺ പ്ലാന്റെ ആ ടേംപ്ലേറ്റിൽ PPTയുടെ ടേംപ്ലേറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടാക്കാനുണ്ട് PPTs ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ തിരക്കായിരുന്നു. അതിന്റെ കൂടെയാണ് നമ്മുടെ UAE നല്ല മഴയും ഫ്ലഡും അല്ലെ. ഞാനിവിടെ ഷാർജയിലായതുകൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും താഴെ ഏരിയയിലൊക്കെ നല്ലപോലെ വെള്ളമുണ്ട്. സോ നമ്മുടെ ഒരു കുറച്ച് ഏരിയ മാത്രമാണ് അധികം എഫക്റ്റ് ചെയ്യാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും UAE-യിലായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സേഫ് ആയിട്ടാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ഒത്തിരി അധികം ഡൗട്ട് റിപ്പീറ്റഡ് ആണ്. അപ്പൊ ചിലർ ആദ്യമായിട്ടായിരിക്കും വീഡിയോ കാണുന്നത്, അതുകൊണ്ടിട്ടാണ്. വേറെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് അവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മെയിനായിട്ടും കുറച്ച് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. HR ഇമെയിൽ IDs അല്ലെ. ഞാനപ്പോൾ കുറേ നാളുകളായിട്ട് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന HR ഇമെയിൽ IDs ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇമെയിൽ IDs ഫസ്റ്റ് തൊട്ട്, അതായത് ഞാനിവിടെ വന്ന സമയം തൊട്ടിട്ട് ഇപ്പോൾ വരെ, അതായത് ഒരു 5 വർഷത്തിന്റെ കാലയളവിൽ ഞാൻ കളക്ട് ചെയ്ത് വച്ചിട്ടുള്ള ഇമെയിൽ IDs ആണ്. മോസ്റ്റ് ഓഫ് ദി ഇമെയിൽ IDs എല്ലാം വാലിഡ് ആണ്. കുറേ ഇമെയിൽ IDs വാലിഡ് അല്ലാതെ വരും. കാരണം എപ്പോഴും സ്കൂളൊക്കെ HR ഇമെയിൽ ID ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടിട്ട്. പക്ഷേ ഡെലിവറി സ്റ്റാറ്റസ് ഡിനൈഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ഇട്ടേക്കൂ. അല്ലാത്തതെല്ലാം പോയിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കുറേ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് അറ്റാച്ച് ചെയ്തിട്ട്. അപ്പം ഞാൻ അന്ന് തൊട്ട് ഒരു ഡയറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇമെയിൽ ID കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. വൺസ് നമ്മുടെ ജോലി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു CVയും കവർ ലെറ്ററൊക്കെ വെച്ചിട്ട് എല്ലാ ഇമെയിൽ IDയിലേക്കും നമുക്ക് അയച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒരു സേഫ്റ്റി സൈഡിന് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവണമല്ലോ. പിന്നെ അതിൽ CBSE, അതുപോലെ ബ്രിട്ടീഷ്, UK ആൻഡ് IB കരിക്കുലം ഉണ്ട്. ബ്രിട്ടീഷ് എന്ന് പറയുമ്പോഴേക്കും പിന്നെ അമേരിക്കൻ കരിക്കുലം, പിന്നെ മിനിസ്ട്രിയുടെ കരിക്കുലത്തിന്റെ HR പല സ്കൂളുകളുടെയും ഇമെയിൽ IDs ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ഇതും കൂടി ഒന്ന് കേട്ടിട്ട് പോവാം. MOEയുടെ മിനിസ്ട്രിയുടെ എപ്പോഴും സൈറ്റിൽ കൂടി വേണ്ടി തന്നെയാണ് എല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് മിനിസ്ട്രി സൈറ്റിൽ ജോബിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് കിട്ടാതെ വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ. MOEയിൽ നമുക്ക് സയൻസ് ടീച്ചേഴ്സിനും മാത്സ് ടീച്ചേഴ്സ്, ICT ടീച്ചേഴ്സ്, അങ്ങനെയുള്ള സബ്ജക്ട് ടീച്ചേഴ്സിനൊക്കെ വേക്കൻസീസ് ഉണ്ട്. ഇപ്പൊ മിനിസ്ട്രി സ്കൂൾ ഓൾറെഡി ഡിവൈഡ് ആയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല കേട്ടോ. അപ്പം എന്താണ്, അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ തരുന്ന ഇമെയിൽ IDs. നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് കവർ ലെറ്റർ ഉണ്ടാക്കാൻ കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ChatGPT ഉണ്ടല്ലോ, അത് ലാപ്ടോപ്പിലാണെങ്കിൽ അതിന്റെ സൈറ്റിലേക്ക് ChatGPT എന്ന് അടിച്ച് ഒന്ന് ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് ഇന്നാവുക. ഫോണിലാണെങ്കിൽ ChatGPTയുടെ ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഗിവ് മീ എ കവർ ലെറ്റർ ആൻഡ് പൊസിഷൻ, സയൻസ് ടീച്ചർ, മാത്സ് ടീച്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ലെറ്റർ അങ്ങ് ChatGPT റെഡിയാക്കി തരും. പേരും അതുപോലെ ആ ഒരു ഫ്രണ്ടിൽ ഡിയർ സാർ എന്നൊക്കെയുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി, കവർ ലെറ്റർ റെഡി. നല്ല അടിപൊളി ഒരു CV ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ CV ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു CV ഉണ്ടാക്കിയിട്ട് അതും കൂടി അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് എല്ലാ ഇമെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് തിങ്. പിന്നെ നിങ്ങളുടെ ഇമെയിൽ IDയിൽ കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ പേര് ആയിഷ എന്നാണ്. അപ്പൊ ആയിഷ ഷംനാസ് 77777 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നീട്ടി നമ്പർ ഇട്ട് കഴിഞ്ഞാൽ സ്പാമിലേക്ക് പോകും നമ്മുടെ നമ്പർ.
സോ അധികം നമ്പേഴ്സ് ഇല്ലാത്ത ഒരു ഇമെയിൽ ഐ ഡി ആണെന്ന് ഉറപ്പുവരുത്തുക. സ്പാം ആവുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ ഹസ്ബൻഡോ വൈഫോ അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, സ്പാമിലേക്കാണോ പോകുന്നത് അതോ ഇൻബോക്സിലേക്കാണോ എന്ന്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ കുറേ പേരുടെ CV റിജക്റ്റ് ആയി കാണാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഫോമാറ്റിൽ അടിപൊളിയാക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കത് അയച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ബാക്കി എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം അതുപോലെ നമ്മൾ പറഞ്ഞു തന്നൊരു കാര്യം ഒരാൾക്കെങ്കിലും എഫക്റ്റ് ഒരു നന്നായി എന്ന് വിചാരിക്കുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് അത് തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ കീപ്പ് ഓൺ ട്രൈങ് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഫസ്റ്റ് ഫ്രഷറൊക്കെ ആണെങ്കിൽ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം അയക്കുക എന്നുള്ള ഒരു രീതി വേണ്ട. എല്ലാ HR-ന്റെ ഇമെയിൽ ഐ ഡിയിലേക്കും അയച്ചിടുക. എവിടുന്നാ കോൾ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും സേഫാന്ന് ഞാൻ വിചാരിക്കുന്നു. സേഫ് ആണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇനി എല്ലാ കാണുന്ന ഇമെയിൽ ഐ ഡിസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. നിങ്ങളും ഇതേപോലെ ഒരു ബുക്കാക്കി സൂക്ഷിച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടിയാലും ഭാവിയിലും ആവശ്യം വരും. അപ്പോൾ ശരി ഡിയേഴ്സ്, താങ്ക് യു. ആണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ക്യൂട്ട് ഡയറി. ഇതിലാണ് ഞാൻ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, ഈ HR-ന്റെ ഇമെയിൽ ഐ ഡീസ് ഒക്കെ. ഇത് നല്ല ഉപകാരപ്പെട്ട ഒന്നാണ്. കൊറിയൻ ഡ്രാമാസ് ഒക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചത്. നല്ല ഉപകാരമായിരുന്നു. നിങ്ങൾ ഇതേപോലത്തെ ഒരു ഡയറി എടുത്തോളൂ ഇപ്പം തന്നെ, എന്നിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പം നമുക്ക് ഒരു വട്ടം അയച്ചു എന്നിട്ടും അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ രണ്ടാമത് ഓരോ വീക്ക് കഴിയുമ്പോഴും ഒന്ന് റിഫ്രഷ് ചെയ്ത് അയച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുന്നുമുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അൽഫുത്തൈം സ്കൂളാണ്. ഞാനിതെല്ലാം ഇമെയിൽ ഐ ഡി കാണിക്കാം, നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. അൽഫുത്തൈമിൻ്റെ ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹ്റ ഇൻ്റർനാഷണൽ സ്കൂൾ നല്ലൊരു സ്കൂളാണ്. അൽഫുത്തൈം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ എഴുതി വെച്ചതാണ്. പിന്നെ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽദാർ അക്കാഡമീസ്, അതായത് ഇപ്പോഴത്തെ മിനിസ്ട്രി സ്കൂളുണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അവരുടെ കീഴിൽ കുറച്ച് സ്കൂളുകളെ ഇപ്പോൾ ഉള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് അവർ പല ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു, ഓരോ മാനേജ്മെൻറ്റിന് കൊടുത്തു. അതിൽ കൊടുത്തേക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ പേര് എഴുതി വെച്ചതാണ് ഞാനിവിടെ. അൽദാർ അക്കാഡമീസ്, ചാർട്ടേഡ് സ്കൂൾസ്, ക്രാൻലെ, അഡ്നോക്സ് സ്കൂൾസ് ആൻഡ് അൽ ഷുഹൈ പ്രൈവറ്റ് സ്കൂൾ, ഇങ്ങനെയുള്ള സ്കൂളുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ഇമെയിൽ ഐ ഡി സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച സ്കൂളുകളാണ് ആദ്യം ഒന്ന് കാണിക്കുന്നത് കേട്ടോ. മുബാരക് ബിൻ മുഹമ്മദ് സ്കൂൾ, ഇത് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള സ്കൂളാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മിനിസ്ട്രി സ്കൂളിലെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 16,000 ആണ് കേട്ടോ. ഒരു മാസത്തെ സാലറിയാണ് 16,000 പ്ലസ് അക്കോമഡേഷൻ ഉണ്ട്. ചാർട്ടർ സ്കൂൾ ആണെങ്കിൽ അക്കോമഡേഷൻ ഇല്ല. എന്നാലും 16,000 ദിറംസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു തുക തന്നെയാണ്. സോ അതുകൊണ്ട് ഇമെയിൽ ഐ ഡി ഇതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളൂ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണം കമൻറ്റ് ബോക്സിൽ കേട്ടോ. പിന്നെ മുബാരക് ബിൻ മുഹമ്മദ് സൈക്കിൾ സ്കൂൾ എന്ന് പറയുന്നതും സൈക്കിൾ 2, ഇതും ഗവൺമെൻറ് സ്കൂളിൻ്റെ പേര് എഴുതി വെച്ചതാണ്. അപ്പോൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ തൊട്ടിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇതും ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ തന്നെ ഇമെയിൽ ഐ ഡി ആണ് കേട്ടോ. join us at alazm.sch.ae. ഓക്കെ. അൽ മജദ് സ്കൂൾ, ഇതും ചാർട്ടേഡ് സ്കൂളാണ്. അവരുടെ ഇമെയിൽ ഐ ഡി ആണിത്, amhdhr@charterschool.ae. നെക്സ്റ്റ് വൺ അൽ റയാന സ്കൂൾ, arsh@charteredschools.ae. പിന്നെ അൽ സലാം സ്കൂൾ, careers@salameducation.ae. ഇത് ദുബായ് ലൊക്കേറ്റഡ് ആയിട്ടുള്ള സ്കൂളാണ്. ഞാൻ അവിടെ കവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ കമ്മ്യൂണിറ്റി സ്കൂളിൽ 13,000 ദിറംസ് ഒക്കെ സാലറി ഉണ്ട് കേട്ടോ. പിന്നെ അവരുടെ അല്ലാത്ത സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളും ഉണ്ട്. അവിടെയൊക്കെ 5,000 ആ ഒരു റേഞ്ചിലാണ് സാലറി തന്നെ. പിന്നെ ഇതൊരു ചാർട്ടർ സ്കൂളാണ്. ഇമെയിൽ ഐ ഡി കിട്ടിയില്ലായിരുന്നു. ഇത് അൽത്തലീമും ഗവൺമെൻറ് സെക്ടറിലുള്ള സ്കൂളാണ്. അപ്പോൾ അവരും നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കൂളാണ്. 13 വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളാണ്. അപ്പോൾ അവരുടെ ഇമെയിൽ ഐ ഡി ആണിത്. പിന്നെ ഇതൊക്കെ ഞാൻ സ്കൂളിൻ്റെ പേര് എഴുതി വെച്ചേക്കാണ്. ഇവരുടെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇവരുടെയൊക്കെ ഒന്ന് പേര് എഴുതി വെച്ചോളൂ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. ഇത് കണ്ടിട്ട് ആരും പോകണ്ട. HR-ന്റെ ഇമെയിൽ ഐ ഡീസ് ഉണ്ട്, സാധാരണ സ്കൂളുകളുടെയും ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പം അതിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു ഓക്കെ
ഇതൊക്കെ ഗവൺമെൻറ് സ്കൂളിൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നതാണ്. ഇവിടെ തൊട്ടിട്ട് ഇനി HR-ൻ്റെ മെയിനായിട്ടുള്ള ഇമെയിൽ IDs ആണ്. എനിക്കറിയില്ല ഇങ്ങനെ HR ഇമെയിൽ IDs ഒക്കെ ഇതേപോലെ പബ്ലിക്കലി കാണിക്കുന്ന ഇഷ്യൂ ആണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉപകാരപ്രദമാണെന്ന് വിചാരിച്ച് ഞാൻ കാണിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ഇതിവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചോളൂ വീഡിയോ, എന്നിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത് മൊത്തം ഇതെല്ലാം നല്ല സ്കൂളുകളാണ്. ഇതെല്ലാം വരുന്നത് അമേരിക്കനും ബ്രിട്ടീഷ് സ്കൂളുകളാണ്. ഇവിടെ ഞാൻ എഴുതി വച്ചേക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഓരോ സ്ക്രിബ്ലിംഗ് ആണ്, ഒന്നും വായിച്ച് നോക്കണ്ട. ഇത് നെക്സ്റ്റ് പേജ് ഒരു പേജും വിട്ടു പോവാതെ എടുത്തോളൂ കേട്ടോ. പിന്നെ അവസാനം .com വരുന്ന ഇമെയിൽ IDസിലേക്കൊന്നും അയക്കണ്ട. അത് ലിങ്ക്ഡിനിൽ കാണുവാണെങ്കിലും .com അവസാനമുള്ളതിൽ അയക്കരുത് കേട്ടോ. അത് ചിലപ്പോൾ പറ്റിക്കൽ പരിപാടീസ് ആയിരിക്കും. ഓരോ ലിങ്കൊക്കെ അയച്ചു തരും. റീസെൻ്റ്ലി ആണെങ്കിലും ഒരു സ്കൂളിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് മെയിലിൽ തിരിച്ച് ലിങ്ക് അയച്ചു തന്നു. അതിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ തട്ടിപ്പ് ഇവിടെ നടക്കുന്നതുകൊണ്ടിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തില്ല. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് ഇതായിരുന്നു, സ്പാം പോലത്തെ വന്നേക്കുന്നതായിരുന്നു. ഞാനപ്പോൾ അത് പെട്ടെന്ന് മറിക്കട്ടെ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അപ്ലൈ ചെയ്തോളൂ. കുറേ ഉണ്ട്. ഇതെല്ലാം വന്നിട്ട് ഗവൺമെൻറ് സെക്ടറിൻ്റെ ഇമെയിൽ ID ആണ്. ഇതിൻ്റെ ഇമെയിൽ IDയുടെ അടിയിൽ ഇങ്ങനെ ബാക്കി ഞാൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം തന്നെയായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതാണ് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് വരുന്നത് esc.gov.ae എന്നുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് എഴുതി മടുത്തപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുതാത്തത്. ഇതിൻ്റെ ഒക്കെ അറ്റത്ത് അത് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഗവൺമെൻറ് സ്കൂളിൻ്റെയാണ്. ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് വിളി വരാൻ ഇച്ചിരി പാടാണ്. ലെക്കുള്ളവരെ മാത്രമാണ് വിളിക്കുള്ളൂ. പക്ഷെ അവരുടെ സൈറ്റിലാണ് അവർ കൂടുതൽ നോക്കുക. ഇവിടെ ഇതൊന്നും ഗവൺമെൻറ് സ്കൂളല്ല, പക്ഷെ നല്ല സ്കൂളുകളാണ്. ഞാൻ ഇതിൽ എഴുതിയേക്കുന്ന എല്ലാം നല്ല സ്കൂളാണ്. അതായത് ഒരു 3000 സാലറി, കൂടുതൽ സാലറി ഉള്ള, അതായത് 4000, ഒരു 4000 ഒക്കെ വരുന്ന അത് പ്ലസ് സാലറി ഉള്ള സ്കൂളുകൾ മാത്രമാണ് കേട്ടോ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഫുള്ള് കോപ്പി ചെയ്ത് എഴുതി വയ്ക്കാൻ തന്നെ നല്ല ടൈം എടുക്കും. ഞാനിതിപ്പം എൻ്റെ ജോബ് ഇതേപോലെ അന്വേഷിക്കുന്ന സമയത്ത് എഴുതി വച്ചതാണിതെല്ലാം. സത്യം പറഞ്ഞാലേ നിങ്ങളുടെ മെസ്സേജൊക്കെ കണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണേ. എനിക്ക് ഞാൻ എന്തോ മടിപിടിക്കാൻ വേറെ ഒന്നുമല്ല, കാരണം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നിരുന്ന് മടുത്തു ആക്ച്വലി. അത്രയും ഇവിടെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രാത്രിയിൽ ഒരു 5 മണിക്കൂറൊക്കെ ഉറങ്ങാൻ കിട്ടിയാലായി. പ്രത്യേകിച്ചും എനിക്ക് നാനീസോ അങ്ങനെ ഞാൻ സെർവൻസിനെ ഒന്നും വച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. ഒരു 5 hours ആകെ ഉറങ്ങാനായിട്ട് കിട്ടും. ബാക്കി ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇതിനു വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കേട്ടോ. ജെംസിൻ്റെയാണ് ഇതൊക്കെ ഇമെയിൽ ID വന്നത്. അപ്പോൾ എല്ലാം എഴുതി വെച്ചോളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ മടി പിടിച്ചിരുന്നത്. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു. വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും വന്നത്. ഇത് കണ്ടോ, തലീം സ്കൂൾസാണ് ഇതെല്ലാം. തലീം സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകളുടെ പേരാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെയുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഇവിടെ എൻ്റെ മോളുടെ പടം വരെയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ സ്ക്രിബിൾ ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഇനഫ് ഇമെയിൽ IDs നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാകും ഇതെന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം വേറൊന്നുമല്ല, മോസ്റ്റ്ലി എല്ലാവരും എവിടെ അയക്കും, എങ്ങനെ HR-നെ കോണ്ടാക്ട് ചെയ്യും, HR ഇമെയിൽ ID തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ സ്കൂളിലെ പോളിസി അനുസരിച്ചിട്ട് അങ്ങനെയാണ്.
നമുക്ക് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല എവിടെയാണ് വർക്ക് ചെയ്തതെന്നോ. സ്കൂളിൽ വർക്ക് ചെയ്യണതിൻ്റെ ഫോട്ടോസ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമോ, വാട്സപ്പ് സ്റ്റാറ്റസിലിടുമോ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിള്ളേരുടെ ആണെങ്കിലും ഒന്നും ഫോട്ടോ ഇടാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണതെന്നും എൻ്റെ HR-ന് ഇമെയിൽ ഐ ഡിയും തരാത്തത് കേട്ടോ. കുറേ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ ജോബിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ ആ ഇമെയിൽ ഐ ഡിയും ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഏതാ വീഡിയോ വേണ്ടതെന്നൊന്ന് പറയാം. എനിക്കറിയില്ല, കുറേ പറയാനുണ്ട് ഇവിടുത്തെ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് ആണെങ്കിൽ. അതിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ. സ്റ്റേ സേഫ്. ബൈ.